Hello friends, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്തിരുന്നു. അപ്പം കുറച്ചൊക്കെ കിട്ടി. ഇനിയും കുറച്ചുകൂടി നമുക്ക് കിട്ടാനുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പൊട്ടിക്കാതെ നിങ്ങളെ കാണിച്ച് പൊട്ടിച്ച് നമുക്ക് എന്തുവാന്ന് നോക്കാം എന്നുള്ളത്. ഇനിയും സാധനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നാളെ ഓണമാണ്. അപ്പം മോൾക്കുള്ള ഡ്രസ്സും ഒക്കെ ഉണ്ട്. അപ്പം വിചാരിച്ച് ഇന്ന് തന്നെ നമുക്ക് കിട്ടിയ സാധനങ്ങൾ നമുക്കങ്ങ് ഓപ്പൺ ചെയ്യാമെന്ന്. അപ്പം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബറും ലൈക്കും നിങ്ങൾ ഒരുപാട് നെക്കി പിടിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഡ്രസ്സൊക്കെ ഒരുപാട് കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. ഒരു ജോഡിയെ ഇന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ വരുന്നത് പോലെ നമുക്ക് കാണിക്കാം. അപ്പം നമുക്ക് ഓരോന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് നോക്കാം. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും കാണാൻ ആഗ്രഹമുണ്ട് എന്തൊക്കെയാണെന്ന്. ഇപ്പം ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇതിപ്പം ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളായിരുന്നു. ഇത് 2 ബാഗാണ് രണ്ടുപേർക്കും. ഇത് അവർക്ക് ഓർഡർ ചെയ്തതും ഇത് എനിക്ക് ഓർഡർ ചെയ്തതും. അപ്പം രണ്ടുപേർക്കും പിന്നെ ഇഷ്ടപ്പെട്ടത് തന്നെ ഓർഡർ ചെയ്തു. നമുക്ക് പുതിയ സാധനം ഓണത്തിന് 2 ബാഗാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് എൻ്റെ ബാഗ് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ബാഗ് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. എന്താ കാരണം? ഡോളുള്ളതുകൊണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഈ ബാഗ് ഇടുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ വിചാരിച്ചു നമുക്ക് ഓണത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബാഗ് വാങ്ങാമെന്ന്. അപ്പം ഇന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യാനും കാരണമെന്ന് പറഞ്ഞാൽ എന്തായാലും ഓണത്തിന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മോക്കും എനിക്കും ഇട്ടുകൊണ്ട് പോകാം. അപ്പം നമ്മൾ ഇന്ന് ഇത് ഓപ്പൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാതെ ഞങ്ങളിത് പൊട്ടിക്കും. അപ്പം ബാഗ് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടമായി. നോക്കട്ടെ നിൻ്റെ ബാഗ്. കൊള്ളാം, നല്ല ബാഗ്. അത്യാവശ്യം ഉദ്ദേശിച്ചതുപോലെ തന്നെ നല്ല ബാഗ് തന്നെ. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അത് ഏത് മെറ്റീരിയലോ എന്തോ. എന്നാലും മെറ്റീരിയൽ നമുക്ക് അതിനകത്ത് എഴുതിയിട്ടാലും നമുക്ക് വായിക്കാൻ പറ്റിയാലും നമുക്ക് ഓരോ ഉറപ്പ് വരത്തില്ല ഏത് മെറ്റീരിയൽ ആയിരിക്കും. നമുക്ക് കൈ കിട്ടിയാലല്ല പറയാൻ പറ്റും അത് കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ബാഗ് ഇങ്ങോട്ടൊന്ന് മാറ്റാം. അപ്പം ബാഗ് അടുത്തത് എന്താണ്? ഇത് ചെറിയ സാധനം. നമുക്ക് ഇത് ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് കുറേ കുഞ്ഞു സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പം ഇത് അതിൽ എന്താണെന്ന് അതിൻ്റെ പുറകിൽ നമുക്കൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അത് കാരണം നമുക്ക് പിന്നെ ഞങ്ങളൊന്ന് പൊട്ടിച്ച് നോക്കി അത് എന്തായിരിക്കും എന്നുള്ളത്. ഇതൊന്നും പൊട്ടിച്ച് നോക്കില്ല, കവർ മാത്രം. ഇതിൽ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. നമ്മൾ ഇങ്ങോട്ട് ഇടാൻ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഫ്രണ്ട്സ്. നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വരുമ്പോൾ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ക്ലിപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ടാ. ഇത് കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാ. നമ്മൾ കവറ് കെട്ടി അങ്ങനെയൊന്നും വെക്കണ്ട. വെജിറ്റബിളൊക്കെ ഇട്ട് നമുക്ക് കെട്ടി ഇങ്ങനെ വെക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയതാണ്. കൊള്ളാം. 2, 4, 6 ചെറുതും 6 വലുതും ഉണ്ട്. അങ്ങനെ നമുക്ക് അതും അങ്ങോട്ട് മാറ്റാം. ഇനി വന്നിട്ട് നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇതെന്താണോ ഇങ്ങനെ പൊട്ടിക്കും. അപ്പം ഇതെന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കട്ടെ. ഇതൊക്കെ മോൻ ഓർഡർ ചെയ്തയാ. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതെന്തുവാണെന്ന്. ഇതൊക്കെ അജിക്കുട്ടനെ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം അതെന്താണ് സാധനമൊന്നും ഞങ്ങൾക്കും അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ. എന്താണോ ഇതെന്തോന്നാ?
ഇതാണ് നമ്മുടെ അല്ലാതെ നമ്മുടെ ഈ ഫോണൊക്കെ വെക്കുന്ന സാധനം ഇത് ഇവിടെ ഓപ്പൺ ചെയ്യണം. ഓ ഇത് സൈക്കിളിന്റെ സാധനവാ. ഫോണൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ഈ ഓടിക്കുമ്പോഴേ അതിന് വേണ്ടിട്ട് ഈ ഭാഗം അത്ര എടുക്കാം. സൈക്കിളിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ബെല്ലടിക്കുമ്പോൾ നമുക്ക് ആരാ വിളിച്ചെന്നുള്ളത് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുകൊണ്ടായിരിക്കും ഇത് ഓർഡർ ചെയ്തത്. ഇതിനകത്ത് എന്തെങ്കിലും പൈസയോ അങ്ങനെ എന്തെങ്കിലും വെക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. നമുക്ക് പിന്നെ സൈക്കിളിൽ പോകുമ്പം ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളത്, അവൻ്റെ ഒരു ഫോൺ പോലും വെക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അവൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ വാങ്ങിയതാണ്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം ചായ കുടിക്കാനുള്ള പൈസയും ഇടാം, മൊബൈൽ ഫോൺ വെക്കാം. രാവിലെ മോർണിംഗിലാണെങ്കിലും പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ അടുത്തൊക്കെ കുറച്ച് നല്ല ഷോപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പം വേണേൽ നമുക്ക് ചായ കുടിക്കണേ പൈസ വേണ്ടേ, അപ്പം അങ്ങനെ അതും മാറ്റാം. ഇനി നമ്മൾ ഇവിടെ ഒരെണ്ണം ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, അവൻ തന്നെ പൊട്ടിച്ച. ഇതും നമ്മുടെ സൈക്കിളിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. നമ്മുടെ പിന്നെ കവർ അങ്ങ് പൊട്ടിപ്പോയി, നമ്മളത് വാങ്ങിയിട്ടുണ്ട്. ഇത് കൊള്ളാം, ഉപയോഗിച്ചിട്ട് നമ്മളിത് മാറ്റി പുതിയത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈക്കിൾ നന്നായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ നന്നായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് സർവീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സൈക്കിളിനെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് അത് സൈക്കിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്നുള്ള. ഇപ്പോഴും ഒരു വർഷം ആവുന്ന ഒരു കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. അടുത്തേന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ മോൻ ഓർഡർ ചെയ്തതാണേ. അപ്പം ഇതൊക്കെ എന്താണോ എന്തോ. കാലൊക്കെ വേദനിക്കുന്നു. ഞങ്ങൾ വലിച്ചു കീറുക. ഇതൊക്കെ എന്താണെന്ന് ഇത് കണ്ടോ, ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് പോകില്ല. ഇവിടെ സാധനം ഇത് നമ്മള് പിന്നെ നമുക്കൊരു കബോർഡാണ് ചെയ്യാന്. നമുക്ക് ഇങ്ങനെ അത്യാവശ്യം ചെറിയ ചെറിയ എന്തെങ്കിലും നമ്മുടെ ഗിഫ്റ്റുകളോ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് വെക്കാനോ അങ്ങനെ ചെറിയ സംഭവങ്ങള്, ചെറിയ സാധനങ്ങൾ നമ്മളെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പണിയാനായിട്ടാണ് ഒരു കബോർഡ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് സ്ക്രൂവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്കൊരു കബോർഡ് തന്നെയാണ് നമ്മൾ പിന്നെ വാങ്ങിയേക്കുന്നത്. ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അവൻ പിന്നെ നമുക്ക് ഓർഡർ ചെയ്ത സാധനമാണ്. ഇതൊക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിന്നെ ഇത് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് തരാം. ഒരു നല്ലൊരു വീഡിയോ നമുക്ക് റൂമിന്റെ അത് സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇനി എന്താ ഉള്ളത്? ഇനി നമുക്ക് ഇനി പൊട്ടിക്കേ. ഇതാണ് അമ്മിനുവിന്റെ ഡ്രസ്സ്. അപ്പം വന്നിട്ടുണ്ട് എന്റെ ഡ്രസ്സ്. ഇതിങ്ങനെ നോക്ക. അമ്മിനുവിനൊരു ഡ്രസ്സ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പം ഇതതിന്റെ ഓവർ കോട്ടും ഒരു ഉടുപ്പും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇട്ടും കൂടി ഞങ്ങളൊന്ന് ഇപ്പൊ കാണിക്കാം. അപ്പം നമുക്ക് ഇത് ഇട്ടിട്ട് ഒരു വീഡിയോ നമ്മള് ഇതിന്റെ കൂടെ ഒരു വീഡിയോ എടുക്കാം. അപ്പം ഇത്രയും സാധനങ്ങൾ ഓർഡർ, ഇനിയും കുറച്ച് സാധനങ്ങളൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം തൊട്ടടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് അതൊക്കെ നമുക്ക് എത്തും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം മോനും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വെറുതെ പിന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ചപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നെ കാണിക്കണം, വീഡിയോ കാണിക്കണം എന്നുള്ളതാണ്. നമുക്കത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ മനസ്സിലാവും. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം.
എൻ്റെ ഇക്കാടെ വർക്ക് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ വർക്കാണ്. ഇതൊക്കെ എൻ്റെ ഇക്കാക്ക് ചെയ്യാൻ അറിയാം. പക്ഷേ ഇത് കണ്ടപ്പം അവന് പിന്നെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങള് എതിരായിട്ടൊന്നും പറഞ്ഞില്ല. ഓർഡർ ചെയ്തു, സാധനം വന്നു. ഇത് പിന്നെ തടിയാണ്, തടിയാണേ. ഇങ്ങനല്ലേ അജു? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കേ. അങ്ങേ സൈഡില് ഇതടിയില് ഇതാ വെക്കുന്നത്. ഓക്കെ, ഇതിനി വെക്കണം. നിക്ക് ആ പെയിന്റ് പോവും. ഇത് ചെയ്യാം. ഓക്കെ, ഒരിടത്ത് വെച്ചിട്ട് പെയിന്റ് ഇല്ല. അപ്പം ഇതിന്റെ ചരിവൊക്കെ ഇങ്ങനെ തന്നെ ഉള്ളതാണേ. അപ്പം ഇങ്ങനെ ഈ ഒരു ഭിത്തിയോലോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയത്. ഇതിനോട് മാച്ച് ചെയ്യുന്ന കളറുമാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. കൊള്ളാവോ? വൈറ്റ് കളർ നല്ല ചേരും. അപ്പൊ നമുക്ക് അടുത്തേം കൂടി ഒന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അടുത്തത് നമുക്ക് ഇതാണ്. ഇത് കൊറേ സാധനങ്ങൾ. ഇതെന്താ അജുക്കുട്ട? അതിലിങ്ങനെ അടിയിൽ വെക്കണേ. ആണോ? അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവർ രണ്ടുപേരോടാണ് ഈ വീഡിയോ പിന്നെ ഫുള്ള് ഇതിങ്ങനെ എന്താ പിന്നെ ഇവരിങ്ങനെ സാധനങ്ങളൊക്കെ പിന്നെ സെലക്ട് ചെയ്ത് പിന്നെ അവര് ഓർഡർ കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്കേ അറിയത്തുള്ളൂ, നമ്മളിതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ അടിയിലാണോ? ഇങ്ങനെയാണോ അജിക്കുട്ട? ഇങ്ങനെയോ? ആണോ? കോർണറിൽ സെറ്റ് ചെയ്യാൻ സാധനം ഇത്. നമുക്ക് ബാക്കിയെല്ലാം പൊട്ടിച്ച്. ഓ, ഇപ്പഴാ എനിക്ക് മനസ്സിലായേ. ഇങ്ങനെ ഇങ്ങനെ അല്ലയോ? അടിയില് അങ്ങനെ മേലെ നമുക്ക് ഇതെല്ലാം ഫുൾ എടുത്തതിന് ശേഷം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കൊറേ സാധനങ്ങളുണ്ടേ. ഡ്രസ് നീ ഇങ്ങ എടുക്ക് കത്രിക. നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്ക്രാച്ച് പോലും വീഴാതെ അവര് പാക്ക് ചെയ്തിട്ടുണ്ട്. വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനും കൊള്ളാം. അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ഇഷ്ടപ്പെട്ട ഈ ഒരു കളറ് മോൻ ഇഷ്ടപ്പെട്ട് തന്നെ അടിച്ചതാണ്. അപ്പം പിന്നെ ഈ റൂമിനോട് മാച്ച് ചെയ്യുന്നതൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ. നമുക്ക് ഇത് പിന്നെ എങ്ങനെയാ സ്ക്രൂ ചെയ്യാം, നമുക്ക് ജോലിക്കാരെയൊക്കെ വിളിക്കണോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ട്. നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത് കോർണറിൽ സെറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. അപ്പം നമുക്ക് തന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇതുപോലെ അവർ തന്നെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, ഹോളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. നിങ്ങളെ അത്യാവശ്യം ഞാനൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. വേണ്ടേ, സ്ക്രൂ ഒക്കെ നന്നായിട്ട് താന്ന് വരുന്നുണ്ട്. അവർ കറക്റ്റ് ഈ സ്ക്രൂ അവർ കൊടുത്തു വിട്ട സ്ക്രൂ ആയതുകൊണ്ട് അതിൻ്റെ തന്നെ സെയിം ഹോളും നമുക്കതിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജോലി കുറവുണ്ട്. എനിക്കാണ് തെറ്റ് പറ്റിയത്. ഇങ്ങനെ നോക്കാം. ഓക്കെ, ഡൺ. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് എങ്ങനെ നോക്കിയാലും ഇത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് ഇട്ട് കാണിക്കാം.
അങ്ങനെ നമ്മൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 പീസും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമ്മളിത് അടിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതും അതും പിന്നെ ഇനി കുറച്ച് സാധനങ്ങളോട് വരാനും ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബസ്സും കൂടി ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഇത് വരേണ്ടത് കോർണറിൽ. പിന്നെ മൊത്തത്തിൽ 8 പീസ് വരുന്നുണ്ട്. നമുക്ക് അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതും കൊള്ളാം. ഒരു സാധനം, സിമ്പിളായിട്ടുള്ള എന്തിനെ ചില ആൾക്കാർക്ക് ചില സാധനങ്ങൾ ഒരുപാട് ഹെവി ആയിട്ട് ഇഷ്ടമല്ല. സിമ്പിളായിട്ടുള്ള സാധനം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ പിന്നെ ഇതിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുക. നല്ല ലാഭം ഉണ്ട്. നല്ല പിന്നെ പ്രൈസൊക്കെ ഒരുപാട് കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഓർഡർ ചെയ്തത്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയ നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. അപ്പം ടേക്ക് കെയർ, ബൈ.